ഐ പുട്ട് ദിസ് വീഡിയോ കാണേണ്ടവർ കാണുന്നു, 1 വീക്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു, വിയർ ഓവർ ഇറ്റ്. ഇനി എൻ്റെ കസിൻ വന്ന് വീണ്ടും കാര്യങ്ങൾ പറയുന്നു, അതുപോലെ ലെറ്റ് ഹർ ഡു ഇറ്റ്, പ്രോബബ്ലി ഇറ്റ്സ് ബെനിഫിറ്റിംഗ് ഹർ ഇൻ സം വേ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. സോ കപ്പിൾ ഓഫ് തിങ്സ് ഞാൻ ഓരോ വിഷയമായിട്ട് ടച്ച് ചെയ്യാം. വൺ ഈസ് എൻ്റെ അമ്മുമ്മ. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്ക് ഒരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മുമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചതുകൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മുമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് ഇസ് ടു ബി എ ഗുഡ് മദർ ആൻഡ് ഗിവ് മദർലി ലവ്. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷേ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മൂമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. അമ്മൂമ്മ ഒരു ഹൊറിബിൾ ലേഡിയാണ്. അമ്മൂമ്മ ഒരു ഭൂതമാണ്. അമ്മൂമ്മ ഒരു പ്രേതമാണ്. അമ്മൂമ്മ പിശാശാണ്. അങ്ങനെയുള്ള പല വാക്കുകളും അവർ ഉപയോഗിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ഇടയിൽ. ഇതെല്ലാം കേട്ടുകൊണ്ട്, സ്വന്തം അമ്മയെപ്പറ്റി മകൾ പറയുന്നത് കേട്ടുകൊണ്ട് സീതുകൃഷ്ണ അടുത്തിരിപ്പുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം അനുജത്തി ഒരു അമ്മ എന്ന കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാവരും കുറച്ച് നാൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇവരുടെ അമ്മ മാത്രമാണ് ഈ ലോകത്തിൽ അമ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അമ്മൂമ്മ വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവർക്ക് ഇവരുടെ അമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവരുടെ അമ്മയ്ക്ക് അവരുടെ അമ്മ. മനസ്സിലായോ? നല്ല മാറ്റമുണ്ടോ? അത് ഇവിടെ ഭയങ്കര നമുക്ക് അങ്ങ് പൊരുത്തപ്പെട്ട് പോണില്ല. അഹാനയുടെ വീഡിയോയിൽ അഹാന യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ്, അഹാന യൂസ് ചെയ്തിരിക്കുന്ന ഫ്രേസസ്, അഹാന യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയായില്ല. അഹാന, നിങ്ങൾക്ക് കുടുംബപരമായിട്ട് തൻവിയായിട്ടുള്ള പ്രശ്നത്തിൽ ഡീൽ ചെയ്യണമായിരുന്നെങ്കിൽ നിങ്ങൾ തൻവിയായിട്ടുള്ള പ്രശ്നം കുടുംബത്തിലിരുന്ന് ചർച്ച ചെയ്ത് തീർക്കണമായിരുന്നു. നിങ്ങൾ ഈ പുറത്ത് വന്നിട്ട് ഇത്രയും വലിയൊരു വീഡിയോ, മില്യൺസ് ഓഫ് വ്യൂസ് വന്നിരിക്കുന്ന ഈ വീഡിയോ പുറത്തോട്ട് വിട്ടപ്പം നിങ്ങളുടെ അമ്മൂമ്മ എങ്ങനെയും ആയിക്കോട്ടെ അവരെപ്പറ്റി വളരെ മോശം ഒരു കൺസെപ്റ്റ് സമൂഹത്തിലേക്ക് നിങ്ങൾ എടുത്തെറിഞ്ഞങ്ങ് ഇട്ടുകൊടുത്തു. അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം. പക്ഷേ നോട്ട് എവറിഥിങ്. യുവർ ഏജ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ശരി, ഓക്കെ, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരാൾ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ, ഇപ്പം തൻവിക്ക് ശരി, ഷീ ഈസ് ഡെഫിനറ്റ്ലി വെരി കൺസിസ്റ്റന്റ് വിത്ത് സോഷ്യൽ മീഡിയ വിത്ത് 2 children and all that. I really appreciate that. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഷീ ഈസ് വെരി സ്മാർട്ട്. അവിടെ പോയി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യും. പക്ഷേ തൻവി ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ആൾക്കാർ അറിയപ്പെടുന്നത് വരെ ഇസ് ബിക്കോസ് ഷീ ഹാപ്പൻ ടു ബി ആ റിലേറ്റീവ്. പിന്നെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ് ഇട്ടതുകൊണ്ടായിരിക്കാം തനിക്ക് തന്നിയുടേതായിട്ടുള്ള ഓഡിയൻസ് ബിൽഡ് ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നും ഇവരുടെ കസിൻ അപ്പം നമ്മൾ യൂട്യൂബ് കോണ്ടന്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് തൻവിയുടെ ഇനിഷ്യലി ചാനലിൽ ഫുൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തതേ നമ്മളാണ്. തൻവിയുടെ ചാനലിൻ്റെ മറ്റേ മോണിറ്റൈസേഷനും കാര്യങ്ങളും ഒക്കെ റെഡി. തനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം ചെയ്തു കൊടുത്തത് അശ്വിനാണ്. അശ്വിനും കൂടിയാണ് അത് ചെയ്തു കൊടുത്തത്. ആൻഡ് തൻവി ഇനിഷ്യലി ഓസിയുടെ കല്യാണത്തിന് നാട്ടിൽ വന്ന സമയത്ത് വി വർ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹർ വീഡിയോസ്. കാരണം ഇപ്പം നമ്മൾ തൻവിയുടെ ഇനിഷ്യൽ വീഡിയോസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ കാണും. ആ ചാനലിനൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. ആൻഡ് ഇഫ് ഷീ ഈസ് ഏബിൾ ടു മേക്ക് എൻ എക്സ്ട്രാ അഡീഷണൽ ഇൻകം ത്രൂ ദാറ്റ്, വി വർ വെരി ഹാപ്പി ഫോർ ഹർ, ഗുഡ് ഫോർ ഹർ. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്ത് തൻവി നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് ഈ കോണ്ടന്റ് ഒക്കെ എടുത്തിട്ട് ചാനലൊക്കെ ഒരു അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ട് അതേ ചാനലിൽ വന്ന് തൻവിക്ക് തന്നെ തെറ്റെന്നറിയാവുന്ന, ഫേക്ക് എന്നറിയാവുന്ന, ഫോൾസ് എന്നറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഗൻസ്റ്റായി വർക്ക്ഔട്ട് ആകാവുന്ന രീതിയിൽ എടുത്തിടാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇറ്റ്സ് ജസ്റ്റ് very upsetting and disappointing because she's not a random person. Whatever is the family dynamics or the issues we have between us, it's wrong. It's very wrong. So this is the one thing I wanted to say. അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. തൻവിയുടെ വീഡിയോ പറ്റി പറയുകയാണെങ്കിൽ തൻവിക്ക് കുറച്ച് റീച്ച് വേണം. തൻവിക്ക് റീച്ച് വേണമെങ്കിൽ തൻവിക്ക് ഒരു മിസ്ലീഡിങ് കൊടുക്കണം. തൻവി അത് നന്നായിട്ട് ഉപയോഗിച്ചു ഈ ഒരു കൺസെപ്റ്റ്.
അതുപയോഗിച്ച് പക്ഷെ തൻവി ഒരിക്കലും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇന്ന ആൾ അമ്മമ്മനെ നോക്കിയിട്ടില്ലാന്നോ അപ്പൂപ്പനെ നോക്കിയിട്ടില്ലാന്നോ ഒന്നും തൻവി പറഞ്ഞിട്ടില്ല. തൻവി പറഞ്ഞതെല്ലാം ഒരു കണക്കിന് സത്യമാണ്. പക്ഷേ ആൾക്കാർ മീൻസ് ഇവരെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ആവശ്യത്തിൽ പറയുകയും ചെയ്തു. പക്ഷെ വേറൊരു വിഷയം അതിലുണ്ട്. തൻവി പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളില്ലേ, സിന്ധുകൃഷ്ണയും സിന്ധുകൃഷ്ണയുടെ 4 മക്കളും ഹസ്ബൻഡും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ അവർക്ക് ഈ അമ്മമ്മയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കൺസേൺ എടുത്തുകൂടായിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ? നമുക്കിനി തൻവിയുടെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2യുടെ കമ്പാരിസൺ ഒന്ന് നോക്കാം. 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിങ്. ഒരാള് കുഞ്ഞുമാവ് ഉറങ്ങുക. പിന്നെ നേരത്തെ ഇയാളെ ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ? ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ? ഞാൻ എന്തായാലും ഞാൻ ദിവസങ്ങൾ എന്നെ ഇരിക്കുകയാണ് മക്കളെ, എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല, ഞാൻ ഒറ്റയ്ക്കായില്ല. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു, ഇത്ര നാൾ സമാധാനമുള്ള ഇപ്പോഴാണ് വന്നതെന്ന്. യൂട്യൂബ് ചാനൽ അപ്പോൾ പാർട്ട് 2 ഇന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ബേസിക്കലി അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് വന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്, ഇങ്ങനെ രീതിയിൽ ചെയ്യാവോ അങ്ങനെ രീതിയിൽ ചെയ്യാവോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, എല്ലാവരുടെയും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡയിൽ പോകുന്നതിന് മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മ കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ക്യാൻഡയിൽ പോയി കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്ത്, ഈ ക്യാൻഡയിൽ ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള പ്രായമുള്ളവരുടെ അടുത്താണ്. അപ്പോൾ അവിടെയൊക്കെ പോയി ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത്, അമ്മൂമ്മയൊക്കെ എന്നോട് പണ്ട് നാട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞതൊക്കെ ഒരു വലിയ കാര്യം പോലും അല്ല. അമ്മൂമ്മയൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതിനാണ് ഞാൻ പണ്ടൊക്കെ ഇരുന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഓരോ കൊച്ചു കാര്യങ്ങളും പറയുമ്പോൾ നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ക്യാൻഡയിൽ പോയി അവിടെ നിന്ന് ഈ കെയർ ഹോമിലുള്ള സ്പെഷ്യൽ നീഡ്സ് എന്ന് വെച്ചാൽ ഈ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ വയ്യായ്മയൊക്കെ ഉള്ള പ്രായമുള്ളവർ കാണും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളി എന്നോട് വന്ന് പറഞ്ഞത്, പുള്ളിക്ക് കണ്ണൊന്നും കണ്ടുകൂടാ. അപ്പോൾ പുള്ളി എന്നോട് പറയുക, ഞാൻ നിന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ, ആദ്യം ഞാൻ ഈ ഡയബറ്റീസിൻ്റെ മരുന്നും തന്നോട്ടെ, പിന്നെ നമുക്ക് എന്നെ കൊല്ലാൻ ഒരു ഡിഫിക്കൽട്ടായി തുടങ്ങി എനിക്ക്. കാരണം കാനഡയിൽ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, പക്ഷേ ഫ്രീ ആയതുകൊണ്ട് എല്ലാത്തിനും വെയിറ്റ് ലിസ്റ്റാണ്. അവൻ്റെ 2-3 ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ വെയിറ്റ് ലിസ്റ്റായിട്ട് നിന്ന് തുടങ്ങി തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് 12 to 18 months ആയി. അവസാനം അവൻ്റെ പല്ലിൻ്റെ പിള്ളേർക്ക് അവിടെ പല്ലിൽ ഡെൻ്റൽ വർക്ക് പോലും ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലിസ്റ്റ്. കാരണം അവന് ഇത് ചെയ്യണമെങ്കിൽ അനസ്തീഷ്യ കൊടുക്കണം, അതിന് പോലും സെപ്പറേറ്റ്ലി റെസ്പൈറ്റ് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലിയാന് കുറച്ച് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല അതിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടെ എല്ലാം ഗവൺമെൻറ്, ആശുപത്രി പോലെ എല്ലാം ഗവൺമെൻറ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തായാലും പോകുന്നത് നടക്കത്തില്ല. സോ അതിന് വേണ്ടിയിട്ടും മെയിൻ റീസൺ ഞാൻ ഇവിടേക്ക് വന്നത്, അവന് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിലാകുമ്പോൾ നമുക്കൊരു ആശുപത്രി കയറണമെങ്കിൽ പോലും പോവുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, കാണാം, അത്രയും എളുപ്പമാണ്. തൻവിയെ സംബന്ധിച്ചിടത്തോളം തൻവിക്ക് റീച്ച് കൂട്ടണമായിരുന്നു, തൻവിക്ക് റീച്ച് കൂടി. പക്ഷെ തൻവി ഒരിക്കലും ആരും കുറ്റം പറഞ്ഞിട്ടില്ല. പാർട്ട് 2 വന്നിട്ട് ഞാൻ ആരും കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു റീസണാണ് പറഞ്ഞത്. പാർട്ട് 1 വന്നപ്പോഴത്തേക്ക് നിങ്ങളങ്ങ് വിചാരിച്ചു എൻ്റെ തലയിലാണല്ലോ ദൈവമേ പപ്പെന്ന്. അത് പിന്നെ അങ്ങ് ഇരുന്ന് തപ്പാൻ തുടങ്ങി. ആ തപ്പലായിരുന്നു ആ വീഡിയോ. പിന്നെ സിന്ധുകൃഷ്ണയ്ക്കും കേക്കും കൃഷ്ണകുമാറിനും നിങ്ങൾ ആ വീഡിയോ എടുക്കുന്നതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എടുക്കില്ലായിരുന്നു. നിങ്ങൾ ഫുള്ള് ഡ്രാമയാണല്ലോ, മൊത്തത്തിൽ ഡ്രാമയാണല്ലോ, ഡ്രാമ ക്വീൻസ്, അങ്ങനെയല്ലേ? പണത്തിൻ്റെ ആയിരിക്കും. തൻവിയുടെ ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, തൻവിയുടെ സ്റ്റാൻഡ്, തൻവിയുടെ നിലനിൽപ്പ്. എനിവേ, തൻവിയും ഒരുപാട് മിസ്ലീഡ് ചെയ്തു. നിങ്ങളെല്ലാവരും കൂടി ഇട്ട് വട്ട് തെറ്റിയത് അമ്മൂമ്മേനെ തന്നെയാണ്. കഷ്ടം തോന്നുന്നു ആ അമ്മൂമ്മേനെ നിങ്ങളിങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ട് തട്ടി കളിച്ച് ഒരു പരുവാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. കാണുമ്പോൾ പാവം തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, പുള്ളിക്കാരുടെ ക്യാരക്ടറോ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നല്ലേ പറയുന്നത്. എന്ത് ക്യാരക്ടർ ആയാലും ഇങ്ങനെയല്ല നിങ്ങൾ അതിനെ ഡീൽ ചെയ്യേണ്ട. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു, വിച്ച് intentionally or unintentionally, I don't know, has created ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഫോർ us. അച്ഛൻ നമ്മളോട് വ്യക്തമായിട്ട് ഇന്നലെ എന്ന് മാത്രമല്ല എപ്പോഴും പറയുന്ന കാര്യമാണ്,
just keep silent. Just believe in your truth. Silence is the biggest weapon. Just hold on to that weapon. കാരണം ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമ്മളുമായിട്ട് ബന്ധമുള്ളതോ ബന്ധമില്ലാത്തതോ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ബ്ലേറ്റൻ്റ് ആയിട്ട് കള്ളങ്ങൾ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ആൻഡ് വിത്ത് ടൈം ഈ പറഞ്ഞ കള്ളം പറഞ്ഞ ആൾക്കാർക്കും ഒക്കെ എങ്ങനെ അത് കലങ്ങി തെളിഞ്ഞു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ വി നോ ദറ്റ് ഇഫ് യു ബിലീവ് ഇൻ യുവർ ട്രൂത്ത്, ഇറ്റ് ഇസ് ട്രൂത്ത് ദാറ്റ് വിൽ വിൻ. ആൻഡ് അച്ഛൻ പറഞ്ഞ പോലെ സൈലൻസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വെപ്പൺ. കറക്റ്റ്. പക്ഷേ ഞാൻ മേ ബി അത്ര സ്പിരിച്വലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ് അല്ലായിരിക്കും. ദാറ്റ് എനിക്ക് ചിലപ്പോൾ സൈലൻസ് എന്ന് പറയുന്ന വെപ്പണും പിടിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഓക്കെ, വല്ലവരും എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണമെങ്കിൽ പോട്ടെ. ഇതിപ്പോൾ ചിലപ്പോൾ എന്നെ ഡയറക്റ്റ്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ ആവട്ടെ എന്തെങ്കിലും അവിടെ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഈസ് മൈ മദർ ആൻഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ പേരൻസ്, എസ്പെഷ്യലി ഹെർ ഫാദർ, അബൌട്ട് ഹൂം ഷീ ഡീപ്ലി കെയർഡ് ഫോർ. അപ്പം ആസ് ഡോട്ടേഴ്സ് ഓർ ആസ് ചിൽഡ്രൻ മേ ബി യു ക്യാൻ റിലേറ്റ് വിത്ത് നിങ്ങളുടെ പാരൻറ്റിനെ ഒരാൾ വന്ന് ഇങ്ങനെ പിച്ചുമയും പറയുന്നത് കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലായിരിക്കും. സോഷ്യൽ മീഡിയയിലോ പുറത്തോ ടാർഗറ്റ് ചെയ്യപ്പെട്ടാലും നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമോ? നിങ്ങൾക്ക് വന്ന് എന്താണ് സത്യം എന്ന് പറയുന്ന സാധനം എന്തേ പ്രിപ്പയർ ചെയ്യാൻ ഒരാഴ്ച ഒരു മാസം പോലും വേണ്ട, ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ വന്ന് പുതിയ ഓരോ നറേറ്റീവ്സ് ഉണ്ടാക്കി പറയുമ്പോൾ നമുക്ക് ഇത് എന്തൊരു പെർഫോമൻസാണ് അങ്ങനെ തോന്നത്തില്ലേ? So this video is probably really going to disappoint my father. So if you're watching this, I'm really sorry. But I just had to say what had to be said. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ഇസ് സോ ചീപ്പ് ആൻഡ് സിലി ഫോർ അസ്. നമുക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും പുതിയ വ്ളോഗിനുള്ള കോണ്ടന്റ് ആയല്ലോ. സി വി നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വി ലൈക്ക് ഷെയറിങ് ലൈഫ്, സോ വി ഷെയർ ലൈഫ്. അല്ലാതെ ഇതിനുള്ളിലെ ഡൈനാമിക്സ് വന്ന് ഡിസ്കസ് ചെയ്ത് അതൊരു ചർച്ചാ വിഷയമാക്കി, ദാറ്റ്സ് നോട്ട് വാട്ട് ആർ ലൈഫ് ഇസ് ഓൾ അബൌട്ട്.